നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ടാരോട്ട് റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. അതാരായാലും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലുള്ളവരാണോ, അതായത് ആ പേഴ്സൺ നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടാരോട്ട് സ്പിരിച്വൽ ഗൈഡൻസ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദി ടവർ കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കാം. നിങ്ങൾ രണ്ടുപേരുടെയും ബന്ധം വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആരംഭിക്കാനുള്ള സാധ്യത ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഈ ബന്ധം നിങ്ങളുടെ വിധിയിലുണ്ടാകും, പക്ഷേ അതിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ പലവിധ പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ടെന്ന സന്ദേശമാണ് ഈ കാർഡ് നൽകുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഈഗോ ക്ലാഷസ് ഉണ്ടാകുകയും അതിലൂടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ മറഞ്ഞുകിടക്കുന്ന ചില സത്യങ്ങൾ വെളിപ്പെടുത്തുകയും നിങ്ങൾക്ക് പല കാര്യങ്ങളും പുതുതായി മനസ്സിലാക്കാനും സാധിക്കും. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറിയിട്ടുണ്ടാകാം. ഈ ബന്ധം ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാനും മുൻജന്മ ബന്ധങ്ങളുടെ കണ്ടിന്യൂഷൻ ആയിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ചില സമയങ്ങളിൽ ഈ ബന്ധത്തിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ എനർജി കാണിക്കുന്നു. എന്നാൽ വിധിയുടെ ശക്തി കാരണം വീണ്ടും റീകണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഡെസ്റ്റിനി ലെസൺ പഠിപ്പിക്കാൻ വന്ന ഒരു പ്രധാന അനുഭവമായിരിക്കാം. ഈ വ്യക്തിയുടെ നിങ്ങളുടെ ഉള്ളിൽ ഇമോഷണൽ അവാക്കിംഗ് ഉണ്ടാക്കുകയും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ യഥാർത്ഥ ഫീലിംഗ്സ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു പ്രധാന സമയമായി മാറാം. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തത്ര ശക്തമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളായിരിക്കാം. ഇത്രയും ശക്തമായ എനർജി ഉള്ളതിനാൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി പോലും മാറ്റാൻ കഴിയുന്ന ഒരാളായിരിക്കാമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അപ്പോൾ രണ്ടാമതായി വന്നിരിക്കുന്നത് ദി സ്റ്റാർ എന്ന കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് ഈ ബന്ധത്തിൽ വലിയ പ്രതീക്ഷയും ഹീലിംഗ് എനർജിയും ഉണ്ടെന്നാണ്. ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായി മാറാൻ സാധ്യതയുണ്ട്. ഈ പേഴ്സണുമായുള്ള റിലേഷൻ യൂണിവേഴ്സ് തന്നെ ഗൈഡ് ചെയ്യുന്ന പോലെ തോന്നിക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഡെസ്റ്റിനി അലൈൻമെൻറ്റ് ആയിരിക്കാം, അതായത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കണ്ടുമുട്ടേണ്ടവർ ആണെന്ന സൂചനയാണ് ഈ എനർജി നൽകുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെ നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷയും സന്തോഷവും ഉണ്ടാകുന്ന ഒരു പുതിയ തുടക്കം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ കാർഡ് ഈ ഒരു പേഴ്സണുമായുള്ള റിലേഷന് ഒരു പോസിറ്റീവ് ഫ്യൂച്ചർ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്ന ശക്തമായ എനർജിയുണ്ട്. ഈ ബന്ധത്തിൽ സോൾമേറ്റ് എനർജി കാണപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾ തമ്മിലുള്ള ഡീപ്പ് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുകയും ഒരാൾക്ക് മറ്റൊരാളുടെ മനസ്സിനെ വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ ബന്ധത്തിൽ പേഷ്യൻസ് നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ഇത് ഭാവിയിൽ വളരെ നല്ലതും സന്തോഷകരവുമായ ഒരു റിലേഷനായി വളരാൻ സാധ്യതയുണ്ട്. ഈ ബന്ധം ശരിയായ ദിശയിൽ പോകാൻ യൂണിവേഴ്സ് ചില സിഗ്നൽസ് അല്ലെങ്കിൽ സൂചനകൾ നൽകുന്നതായിരിക്കും. ഈ കാർഡ് ഡ്രീം ഫുൾഫിൽമെൻറ്റ് എനർജി കാണിക്കുന്നതിനാൽ ഈ വ്യക്തിയുമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻ സാക്ഷാത്കരിക്കാൻ സാധ്യതയുണ്ട്. ഈ റിലേഷനിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഹീലിംഗ് അനുഭവിക്കാൻ കഴിയും എന്നതും ഈ എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ട്രസ്റ്റ് വളരെ പതുക്കെ എന്നാൽ വളരെ സ്ട്രോങ് ആയി ബിൽഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഈ റിലേഷൻ ഓവറോൾ ആയി ഹോപ്പ്ഫുൾ കണക്ഷൻ ആയിരിക്കാം എന്ന് ഈ കാർഡ് കാണിക്കുന്നുണ്ട്. ഡെസ്റ്റിനി ഈ ബന്ധത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചില സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം പോലെ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്ന ഒരാളായിരിക്കും.
ഓവറോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉള്ള ഒരു സ്പെഷ്യൽ റിലേഷൻ ആണ് ഇത് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് കാണിക്കുന്നത് മ്യൂച്വൽ ലവ് കണക്ഷൻ ആൻഡ് സ്ട്രോങ് ഇമോഷണൽ അട്രാക്ഷൻ ആണ്. നിങ്ങളിൽ ഒരാളുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് വളരെ സ്പെഷ്യൽ ആയിരിക്കും. ഈ കാർഡ് സോൾമേറ്റ് എനർജിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വ്യക്തി ഭാവിയിൽ നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണർ ആവാനായി സാധ്യതയുണ്ട്. ഈ കാർഡ് നിങ്ങളുടെ തമ്മിലുള്ള ഇമോഷൻ കണക്ഷൻ വളരെ ശക്തമായിരിക്കുകയും സമയം കടന്നു പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഡീപ്പ് ഇമോഷണൽ ബോണ്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. പാർട്ട്ണർഷിപ്പ് എനർജി കാണിക്കുന്നതിനാൽ നിങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഈ കാർഡ് മാരേജ് പൊട്ടൻഷ്യലുള്ള ശക്തമായ കാർഡുകളിൽ ഒന്നായതിനാൽ ഈ ബന്ധം ഭാവിയിൽ വിവാഹത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഹേർട്ട് ലെവൽ കണക്ഷൻ ആയിരിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷനോ ഡിസ്റ്റൻസോ വന്നിട്ടുണ്ടെങ്കിൽ പോലും റീകൺസിലിയേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ബന്ധം കാർമിക് ലവ് റിലേഷൻഷിപ്പ് ഓർ മുൻജന്മ ബന്ധങ്ങളുടെ തുടർച്ചയായിരിക്കാനും സാധ്യതയുണ്ട്. ഈ കാർഡ് ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് എനർജി കാണിക്കുന്നതിനാൽ ഈ ബന്ധത്തിൽ സമതുലിതാവസ്ഥ നിലനിർത്താൻ സാധ്യതയുണ്ട്. ലോങ് ടേം ലവ് എനർജി കാണിക്കുന്നുണ്ട്. ഈ ബന്ധം ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സ്നേഹബന്ധമായി മാറാനും സാധ്യതയുണ്ട്. ഈ ബന്ധം ഡിവൈൻ പയറിംഗ് പോലെ അനുഭവപ്പെടുന്ന ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. നാലാമത്തെ കാർഡ് ദ 9 ഓഫ് വാൻഡ്സ് ആണ്. ഈ കാർഡ് കാണിക്കുന്നത് ഈ ബന്ധം വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകുന്ന ഒന്നല്ല, മറിച്ച് വളരെയധികം ക്ഷമയും മനസ്സിൻ്റെ ശക്തിയും പരീക്ഷിക്കുന്ന ഒരു ബന്ധമായിരിക്കാം എന്നാണ്. നിങ്ങളുടെ മുൻപത്തെ അനുഭവങ്ങൾ കാരണം ഈ ബന്ധത്തിലേക്ക് പൂർണ്ണമായും ഓപ്പൺ ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ ബന്ധത്തിൽ ട്രസ്റ്റ് പൂർണ്ണമായും ബിൽഡ് ചെയ്യാൻ സമയമെടുക്കും, കാരണം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാസ്റ്റ് ട്രോമയിൽ നിന്ന് പൂർണ്ണമായി റിക്കവർ ആയിട്ടില്ല. ചില സമയങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ഇമോഷണൽ ഡിഫെൻസ് കാണിക്കുകയും നിങ്ങളുടെ യഥാർത്ഥ ഫീലിംഗ്സ് മറച്ചു വയ്ക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റിലേഷനെ പരീക്ഷിക്കുന്ന രീതിയിൽ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഈ കാർഡ് നിങ്ങൾ തമ്മിലുള്ള ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകാനും അതിലൂടെ ചെറിയ മാനസിക അകലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നു. ചില സാഹചര്യങ്ങൾ ഡെസ്റ്റിനിയിലെ ഉണ്ടാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ കുറച്ച് സമയമെടുക്കുകയും ചെയ്യും. ഈ റിലേഷൻ മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഈ ബന്ധം ലോയാലിറ്റി പരീക്ഷിക്കുന്ന ഒരു അനുഭവമായിരിക്കാനും സാധ്യതയുണ്ട്. പല സ്ട്രഗിൾസുകളും ചലഞ്ചസുകളും കഴിഞ്ഞതിന് ശേഷം ഈ ബന്ധം കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിടയിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാകും, എന്നാൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഈ ബന്ധം സർവൈവ് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ഈ ബന്ധത്തിൽ കാർമിക് ലെസൺ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് യൂണിവേഴ്സ് നിങ്ങളെ എന്തെങ്കിലും പരീക്ഷിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അനുഭവമായിരിക്കാം ഈ ഒരു റിലേഷൻ. ഈ കാർഡ് റിലേഷൻഷിപ്പ് സർവൈവൽ എനർജി കാണിക്കുന്നതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് ആ വ്യക്തിയുമായുള്ള ബന്ധം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഈ ഒരു വ്യക്തിയുമായുള്ള റിലേഷനിൽ സ്ട്രോങ് വിൽ പവർ, അതായത് ശക്തമായ മനസ്സും തീരുമാനവും ആവശ്യമായിരിക്കാം. എല്ലാ ചലഞ്ചസും കടന്നുപോയ ശേഷം ഈ ബന്ധത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് ലോങ് ടേം സ്റ്റേബിൾ റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നതിനാൽ ഈ ബന്ധം ഭാവിയിൽ സ്ഥിരതയും സുരക്ഷയും നൽകുന്ന ഒരു ബന്ധമായി മാറാൻ സാധ്യതയുണ്ട്. ഈ കാർഡ് മാരേജ് പോസിബിലിറ്റി വളരെ ശക്തമായി കാണിക്കുന്നതിനാൽ ഈ റിലേഷൻ വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ റിലേഷനിൽ ഫാമിലി ലൈഫ് എനർജി കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുടുംബജീവിതം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ ബന്ധം ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പായി ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധമായി മാറാൻ സാധ്യതയുണ്ട്. ഈ റിലേഷൻഷിപ്പിന് ഫാമിലി അപ്രൂവൽ ലഭിക്കാനും കുടുംബത്തിൻ്റെ പിന്തുണയുണ്ടാകുന്നതുമായിരിക്കും. നിങ്ങൾ തമ്മിൽ സെക്യൂർ ബോണ്ട് ഡെവലപ്പ് ചെയ്യുകയും ഒരാളുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നുള്ള ശക്തമായ സാധ്യത ഈ കാർഡിൽ കാണിക്കുന്നുണ്ട്. ഈ കാർഡ് പ്രോസ്പെറിറ്റി എനർജി കാണിക്കുന്നതിനാൽ ഇവരുമായിട്ടുള്ള റിലേഷൻ ജീവിതത്തിൽ വളർച്ചയും സമൃദ്ധിയും നൽകാൻ സഹായിക്കാം.
ഈ റിലേഷൻ സ്റ്റേബിൾ ഫൗണ്ടേഷൻ ഉള്ളതായിരിക്കാനും ഭാവിയിൽ ഉറച്ച അടിസ്ഥാനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ കാർഡ് സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്സ് എനർജി കാണിക്കുന്നുണ്ട്. ഈ ബന്ധത്തിൽ സ്ഥിരമായി പ്രതിബദ്ധത ഉണ്ടാകും. നിങ്ങൾ തമ്മിൽ സപ്പോർട്ടീവ് പാർട്ട്ണർഷിപ്പ് രൂപപ്പെടുകയും ഒരാൾ മറ്റൊരാൾക്ക് ശക്തമായ പിന്തുണ നൽകുകയും ചെയ്യുന്നു. അടുത്തതായി വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൺസ് എന്ന കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് പോലെ ഈ വ്യക്തി വളരെ കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിരിക്കും. ഈ വ്യക്തിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കാനും ആളുകളെ നയിക്കാൻ കഴിവ് ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ടാകുകയും ഒരാളുടെ പ്രസൻസ് മറ്റൊരാൾക്ക് സ്ട്രോങ് ആയി ഫീൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ വ്യക്തി വളരെ ചാർമിംഗ് പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും. ഇവർക്ക് ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവ് ഉണ്ടാകും. ഇവരുടെ ഡിസിഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാനും ജീവിതത്തിലെ കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരാളായിരിക്കും. ഇവരുടെ പ്രസൻസ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുകയും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. ചില സമയങ്ങളിൽ ഈ വ്യക്തി ഡൊമിനൻ്റ് പേഴ്സണാലിറ്റി കാണിക്കാനും സാധ്യതയുണ്ട്. ഈ ബന്ധത്തിൽ റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യുന്ന എനർജി ഈ വ്യക്തിയിൽ നിന്നായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി ഫ്യൂച്ചർ പ്ലാനിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ഉള്ളവരായിരിക്കും. ഈ വ്യക്തി ഗോൾ ഓറിയൻറ്റഡ് ആൻഡ് തൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ കഠിനമായി പരിശ്രമിക്കുന്നവരുമായിരിക്കും. ഇവർക്ക് നിങ്ങളൊരു സപ്പോർട്ടീവ് പാർട്ട്ണർ ആയിരിക്കും. ഇവർ നിങ്ങളുടെ ഡെസ്റ്റിനിയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ദ നെക്സ്റ്റ് കാർഡ് ഈസ് 5 ഓഫ് സ്വാർഡ്സ്. ഈ കാർഡ് കാണിക്കുന്നത് ഈ ബന്ധത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ചില സാഹചര്യങ്ങളിൽ ഒരാൾക്ക് തർക്കങ്ങൾ വിജയിച്ചതായി തോന്നിയാലും മനസ്സിൽ വേദനയും നിരാശയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവരുമായി ഈഗോ ക്ലാഷസ് ഉണ്ടാവുകയും അതിലൂടെ അൺനെസസറി കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയി ഉണ്ടായില്ലെങ്കിൽ ഈ ബന്ധത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകുകയും അതിലൂടെ ബന്ധത്തിൽ അകലമുണ്ടാകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ തെറ്റായി മനസ്സിലാക്കുകയും ആ കാരണത്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തേക്കാം. നിങ്ങളിൽ ഒരാൾക്ക് തൻ്റെ അഭിപ്രായം എപ്പോഴും ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. നിങ്ങൾക്കിടയിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവരിൽ നിന്ന് ഇമോഷണൽ ഹേർട്ട് ഉണ്ടാകാനും ചില വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാനും സാധ്യതയുണ്ട്. ഈ കാർഡ് ടെമ്പററി സെപ്പറേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഈ ബന്ധത്തെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ ഈ അനുഭവങ്ങൾ നിങ്ങൾ രണ്ടുപേരെയും ഇമോഷണലി മെച്യൂർഡ് ആക്കാൻ സഹായിക്കും. നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാൻ സാധിക്കുമെങ്കിൽ ഈ ബന്ധത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള അൺനെസസറി ആർഗ്യുമെൻറ്റ്സ് ഒഴിവാക്കാൻ ഈ കാർഡ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടുത്തതായി വന്നിരിക്കുന്നത് ദി ഡെത്ത് എന്ന കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ എനർജി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇവരുമായിട്ടുള്ള റിലേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന അനുഭവമായി മാറാൻ സാധ്യതയുണ്ട്. ഒരു ഫേസ് അവസാനിക്കുകയും ഒരു പുതിയ ഫേസ് ആരംഭിക്കുകയും ചെയ്യും എന്നതിൻ്റെ സൂചനയാണ് ഈ കാർഡ് നൽകുന്നത്. ഈ റിലേഷനിലുള്ള പഴയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസിലാണെങ്കിൽ അതൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ഇമോഷണലി സ്ട്രോങ്ങർ ആക്കും. ഇതൊരു കാർമിക് സൈക്കിൾ അവസാനിക്കുന്നതിൻ്റെയും ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെയും സ്റ്റാർട്ടിംഗ് ആണെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾ തൻ്റെ പഴയ മൈൻഡ് സെറ്റ് മാറ്റി പുതിയ രീതിയിൽ കാര്യങ്ങൾ കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട്. ഈ കാർഡ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നതിൻ്റെയും ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെയും സൂചന നൽകുന്നുണ്ട്. ഈ ഒരു ചേഞ്ച് ആദ്യം ഒരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ആ വ്യക്തിയുമായിട്ടുള്ള ഈ റിലേഷനിലൂടെ നിങ്ങൾക്ക് ഇമോഷണൽ ഹീലിംഗ് അനുഭവിക്കാൻ അവസരമുണ്ടാകാം. ചില സാഹചര്യങ്ങളിൽ ഈ കാർഡ് പഴയ ടോക്സിക് പാറ്റേൺ അവസാനിക്കുന്നതിൻ്റെ സൂചനയായിരിക്കും. ഇത് നിങ്ങളിൽ കൂടുതൽ മെച്യൂർ ആക്കുകയും ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും.
അടുത്തതായി വന്നിരിക്കുന്നത് ദി ജസ്റ്റിസ് എന്ന കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് ഈ ബന്ധം കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും മുൻ ജന്മത്തിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുമാണ്. ഈ ബന്ധത്തിൽ ഡെസ്റ്റിനി ജഡ്ജ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ജീവിതം നിങ്ങളെ ശരിയായ തീരുമാനമെടുക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ട്രൂത്ത് ഇവൻച്വലി പുറത്തു വരും എന്നതിനാൽ ഈ ബന്ധത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ സത്യമായി വെളിപ്പെടാൻ സാധ്യതയുണ്ട്. ഹോണസ്റ്റി ഈ റിലേഷൻ്റെ അടിസ്ഥാനമായിരിക്കണമെന്നാണ് ഈ കാർഡിൻ്റെ പ്രധാന സന്ദേശം. ഈ ബന്ധം കാർമിക് ലെസൺ പഠിപ്പിക്കുന്ന ഒരു അനുഭവമായിരിക്കാനും ജീവിതത്തിൽ ചില സത്യങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഈ വ്യക്തിയുടെ റിലേഷൻ മോറൽ കണക്ഷൻ ഉള്ളതായിരിക്കും. ലൈഫ് വാല്യൂസ് ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ കാർഡ് കോസ് ആൻഡ് എഫക്റ്റ് എനർജി കാണിക്കുന്നതിനാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. ഈ ബന്ധത്തിൽ ഇമോഷണൽ ബാലൻസ് നിലനിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഗൽ മാരേജ് പോസിബിലിറ്റി ഈ കാർഡ് സൂചിപ്പിക്കുന്നതിനാൽ ഭാവിയിൽ ഇവരുമായി നിങ്ങളുടെ വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് ഇവാലുവേഷൻ ഉണ്ടാകാനും ഇവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിക്കുന്ന സമയങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഈ കാർഡ് സ്പിരിച്വൽ ജസ്റ്റിസ് എനർജി കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നതായിരിക്കും. ഫെയർനെസ് ഔട്ട്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് നീതിയുടെ ഫലം ലഭിക്കുന്നതായിരിക്കും. അടുത്ത കാർഡായി വന്നിരിക്കുന്നത് ദി ഹൈറോഫൻ്റ് ആണ്. ഈ കാർഡ് ട്രഡീഷണൽ മാരേജ് എനർജിയെ കാണിക്കുന്നു. ഈ ബന്ധം ഭാവിയിൽ വിവാഹത്തിലേക്ക് മാറാനുള്ള ശക്തമായ സാധ്യത കാണുന്നുണ്ട്. ഈ ബന്ധം കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാനും ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഈ വ്യക്തിക്ക് ഫാമിലി വാല്യൂ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കുടുംബത്തെ ആദരിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. ഈ കാർഡ് ഡെസ്റ്റിനി പാർട്ട്ണർ ഇൻഡിക്കേഷൻ നൽകുന്നതിനാൽ ഈ വ്യക്തി നിങ്ങളുടെ വിധിയിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ റിലേഷൻ വൈസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനും നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് വളരാൻ സഹായിക്കുന്ന ബന്ധമായിരിക്കാനും സാധ്യതയുണ്ട്. ഇവർ ഗൈഡൻസ് നൽകുന്ന പാർട്ട്ണർ ആയിരിക്കും. ജീവിതത്തിൽ നല്ല വഴികാട്ടിയായി മാറാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോയൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന ബന്ധമായിരിക്കാനും സാധ്യതയുണ്ട്. ഈ കാർഡ് സീക്രട്ട് ബോണ്ട് എനർജി കാണിക്കുന്നതിനാൽ ഇവരുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആത്മബന്ധമായി അനുഭവപ്പെടും. ഇത് ഫെയ്ത്ത് ബേസ്ഡ് കണക്ഷൻ ആയിരിക്കും. ആത്മവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കാനും സാധ്യതയുണ്ട്. ഈ കാർഡ് സീരിയസ് കമ്മിറ്റ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലോങ് ടേം പാർട്ട്ണർഷിപ്പ് ആൻഡ് സപ്പോർട്ടീവ് മാരേജ് എനർജി കാണിക്കുന്നുണ്ട്. ഭാവിയിൽ ശക്തമായ മെറിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കാർഡ് പേജ് ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് റൊമാൻറ്റിക് ഫീലിംഗ് സൂചിപ്പിക്കുന്നതിനാൽ ഈ ബന്ധത്തിൽ സ്നേഹവും ഇമോഷണൽ ഫീലിങ്സും വളരെ കൂടുതലായിരിക്കും. ഇവരുമായി ലവ് കൺഫെഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ കാർഡ് കാണിക്കുന്നുണ്ട്. ഈ കാർഡ് ഇമോഷണൽ സെൻസിറ്റിവിറ്റി കാണിക്കുന്നതിനാൽ ഈ ബന്ധത്തിൽ ഇമോഷൻസ് വളരെ പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. ഈ കാർഡ് സ്വീറ്റ് റിലേഷൻഷിപ്പ് എനർജി കാണിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ലവ് എക്സ്പ്രഷൻ ഉണ്ടാവുകയും വ്യത്യസ്തമായ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. സർപ്രൈസ് കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനും അപ്രതീക്ഷിതമായി സ്നേഹ സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കിടയിൽ ലവ് ഓഫർ ഉണ്ടാകാനും ഒരാൾ മറ്റൊരാളോട് തൻ്റെ പ്രണയം തുറന്നു പറയാനും സാധ്യതയുണ്ട്. ഹാർട്ട് ഓപ്പണിംഗ് മൊമെൻറ്റ്സ് ഉണ്ടാവുകയും നിങ്ങൾ നിങ്ങളുടെ ആക്ച്വൽ ഫീലിംഗ്സ് ഷെയർ ചെയ്യുന്ന മൊമെൻറ്റ്സ് ഉണ്ടാവുകയും ചെയ്യും. ഡ്രീമി കണക്ഷൻ എനർജി കാണിക്കുന്നതിനാൽ ഇവരുമായിട്ടുള്ള റിലേഷൻ സ്വപ്നം പോലെ അനുഭവപ്പെടുന്നതായിരിക്കും. ഈ കാർഡ് ഇന്നസെൻറ്റ് ലവ് എനർജി കാണിക്കുന്നുണ്ട്. ഇവരുമായി ഹോപ്പ്ഫുൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാകാനും നിങ്ങൾക്ക് ഡെസ്റ്റിനി മെസ്സേജ് പോലുള്ള ശക്തമായ അനുഭവങ്ങൾ ഉണ്ടാകാനും ചാൻസസ് ഉണ്ട്. അടുത്തതായി വന്നിരിക്കുന്നത് 5 ഓഫ് വാൺസ് എന്ന കാർഡാണ്. ഈ കാർഡ് വീണ്ടും കോൺഫ്ലിക്റ്റ് എനർജി കാണിക്കുന്നുണ്ട്. ഈ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് ടെൻഷൻ ഉണ്ടാകാനും ചില സമയങ്ങളിൽ മനസ്സിൽ ആശങ്കകളും അസ്വസ്ഥതകളും അനുഭവപ്പെടുകയും ചെയ്യും. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആവർത്തിക്കാനും ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാൾ തെറ്റായി മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരാളുടെ തീരുമാനങ്ങൾ മറ്റൊരാളുടെ ഇമോഷൻസിനെ
ഹേർട്ട് ചെയ്തേക്കാം. ഇമോഷണൽ കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ഒരാൾ മറ്റൊരാളെ മറികടക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാനും ചാൻസസ് ഉണ്ട്. ജലസി ഉണ്ടാവുകയും അത് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുകയും ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളായി മാറുകയും ചെയ്യാം. ഇതിലൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ വളരെ ക്ഷമയോടുകൂടി വേണം കാര്യങ്ങൾ നേരിടാൻ. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരസ്പരം ഓപ്പണായി സംസാരിക്കുക. ചില ചലഞ്ചസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സാധിക്കും. ചില സമയങ്ങളിൽ ഇവരുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ ഇതെല്ലാം കാർമിക് ചലഞ്ചസ് ആയി കാണുക. യൂണിവേഴ്സ് നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം ഇത്. കോംപ്രമൈസ് ആവശ്യമായിരിക്കാനും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരം കോൺഫ്ലിക്ട്സ് ഓവർകം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയും ഈ കാർഡ് കാണിക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് കാർഡായി വന്നിരിക്കുന്നത് ഏക്ക് ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ വ്യക്തിയുമായി ഒരു ഇമോഷണൽ കണക്ഷൻ രൂപപ്പെടുന്ന സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. ഇവരുമായിട്ടുള്ള റിലേഷൻ പ്യുവർ ഫീലിങ്സിൻ്റെയും സിൻസിയർ ഇൻറ്റൻഷൻ്റെയും അടിസ്ഥാനത്തിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ എനർജി കാണിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ജെന്യൂൻ എഫെക്ഷൻ വളരാൻ സാധ്യതയുണ്ടെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഈ റിലേഷനിലൂടെ നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്സ് ഉണ്ടാകുന്നതായിരിക്കും. ഈ കാർഡ് ഒരു ലവ് ഓഫർ അല്ലെങ്കിൽ റൊമാൻറ്റിക് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ നിങ്ങളോട് വളരെയേറെ കെയറിങ് കാണിക്കുന്നതായിരിക്കും. ഇവർ നിങ്ങളോട് ഹേർട്ട് ടു ഹേർട്ട് കണക്റ്റഡ് ആയിരിക്കും. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു ഇമോഷണൽ ബ്ലെസ്സിങ് കൊണ്ടുവരുന്നതാണ്. ഇവരുമായി സ്ലോലി ബട്ട് ഷുവർലി കൂടുതൽ ആഴത്തിലുള്ള ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാകും. ഈ റീഡിങ്ങിൽ 13 കാർഡുകളുടെ എനർജി ഒരുമിച്ച് നോക്കുമ്പോൾ ഇവരുമായി നിങ്ങൾക്ക് വളരെ ശക്തമായ കാർമിക് ഡെസ്റ്റിനി അടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധമായിരിക്കാനുള്ള സാധ്യത കാണുന്നു. തുടക്കത്തിൽ ദി ടവർ, 5 ഓഫ് വൺസ്, 9 ഓഫ് വൺസ് പോലുള്ള കാർഡുകൾ കാണുന്നത് പോലെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, കോൺഫ്ലിക്റ്റ്, ഡിലേസ്, ഇമോഷണൽ ടെസ്റ്റ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും നിങ്ങളെ ഇമോഷണൽ ആയി കൂടുതൽ മെച്യൂർ ആക്കുകയും ചെയ്യും. അതേസമയം 2 ഓഫ് കപ്പ്, ദി സ്റ്റാർ, 10 ഓഫ് പെൻറ്റക്കിൾസ്, ദി ഹൈറോഫന്റ്, 6 ഓഫ് വൺസ് പോലുള്ള സ്ട്രോങ് പോസിറ്റീവ് കാർഡുകൾ ഈ ബന്ധത്തിന് ഒരു നല്ല ഭാവി ഉണ്ടാക്കാനുള്ള സാധ്യത കാണിക്കുന്നു. എല്ലാ പരീക്ഷണങ്ങളും കടന്നുപോയ ശേഷം ഈ ബന്ധം സ്റ്റേബിൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണറാണ്. എന്നാൽ ക്ഷമ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, ഇമോഷണൽ മെച്യൂരിറ്റി എന്നിവ ആവശ്യമുള്ള സ്ലോ ഗ്രോത്ത് ഡെസ്റ്റിനി കണക്ഷൻ ആണിത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഈ റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പങ്കുവയ്ക്കാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായി കാണാം. താങ്ക്